കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു തോമസ് ആത്മഹത്യ ചെയ്ത് ഒരു കൊല്ലം കഴിഞ്ഞു. എന്നിട്ടും കുടുംബം നീതി കിട്ടിയില്ല എന്ന് പരാതി പറയുന്നു. SHO മുതൽ മുഖ്യമന്ത്രിക്ക് വരെ പരാതി കൊടുത്തു. ഒരു പ്രയോജനം ഉണ്ടായില്ല. സാബുവിനെ ഭീഷണിപ്പെടുത്തിയ CPM ജില്ലാ കമ്മിറ്റി അംഗം VR സജിക്കെതിരെ കേസെടുത്തിട്ടില്ലെന്നും ഭാര്യ മേരിക്കുട്ടി സാബു 24-നോട്. സാബു മരിച്ചിട്ട് ഒരു വർഷം നാളെ തികയാണ്. എനിക്ക് യാതൊരു നീതിയും കിട്ടിയിട്ടില്ല. DYSPക്ക് പരാതി കൊടുത്തു, SP-ക്ക് പരാതി കൊടുത്തു, മുഖ്യമന്ത്രിക്ക് വരെ ഞാൻ പരാതി കൊടുത്തു. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത് അത് സഹകരണ വകുപ്പിലേക്ക് മറുപടി വന്നത് സഹകരണ വകുപ്പിൽ നിന്ന്, അതായത് സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ സെക്രട്ടറി പറഞ്ഞത് ഇവർക്ക് കൊടുക്കാനുള്ള പൈസ മുഴുവൻ കൊടുത്തു എന്നാണ്. കൊടുത്തത് എന്നാണ്? സാബു മരിച്ചു കഴിഞ്ഞാണ് തന്നത്. VR സജിയുടെ ഭീഷണിയാണ്. തനിക്കിട്ട് പണി തരാൻ, ഞങ്ങളെക്കുറിച്ച് തനിക്ക് അറിയത്തില്ല എന്നിട്ടാ പതിയെ മനസ്സിലാവും എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളെ പിടിച്ച ഓഡിയോയിൽ അതെല്ലാം പറയുന്നുണ്ട്. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് ചേരുന്നു. രാഹുൽ, പറയൂ. കഴിഞ്ഞ വർഷം ഡിസംബർ 20-നാണ് നിക്ഷേപ തുക തിരിച്ചു കിട്ടാത്തതിനെ തുടർന്ന് കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുൻപിൽ നിക്ഷേപകനായിരുന്ന സാബു തോമസ് ജീവൻ ഒടുക്കിയത്. അത് വലിയ തരത്തിൽ വാർത്തയാവുകയും ചെയ്തിട്ടുള്ളതാണ്. ആ വിഷയത്തിൽ ഇതുവരെ ആ കുടുംബത്തിന് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഭാര്യ മേരിക്കുട്ടിയുടെ ആരോപണം. ആദ്യഘട്ടത്തിൽ സഹായിക്കാമെന്ന് പറഞ്ഞ് പലരും ഒപ്പം ചേർന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ആരും സഹായത്തിനായി ഇല്ല എന്നുള്ള കുറ്റപ്പെടുത്തൽ കൂടി അവർ നടത്തുകയാണ്. നിലവിൽ ഈ ബാങ്ക് ജീവനക്കാരായ 3 പേരെ മാത്രമാണ് പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ആത്മഹത്യാ പ്രേരണ കുറ്റം 3 പേർക്കെതിരെ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ ജാമ്യം ലഭ്യമായി അവർ ജോലിയിൽ ഉൾപ്പെടെ തിരികെ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് സാബുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പറയുന്നത് തന്നെ CPM ജില്ലാ കമ്മിറ്റി അംഗം VR സജിയുടെ ഈ ഒരു പ്രതിഷേധമാണ്. അല്ലെങ്കിൽ VR സജിക്കെതിരെയാണ് പ്രതിഷേധം. VR സജിയുടെ ഒരു ഭീഷണിയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് കുടുംബം പ്രധാനമായിട്ടും ആരോപിക്കുന്നത്. VR സജിയെ ഇതുവരെ പ്രതി ചേർക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. SHO മുതൽ മുഖ്യമന്ത്രിക്ക് വരെ പരാതി നൽകി. പക്ഷേ യാതൊരു തരത്തിലുള്ള ഫലവും ഉണ്ടായില്ല. ആദ്യഘട്ടത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ്, BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകൾ സഹായവുമായി ഒപ്പം ചേർന്നിരുന്നു. പിന്നീട് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഈ ഒപ്പം ചേർന്ന ആളുകൾക്കുൾപ്പെടെ ബാങ്കിൽ നിക്ഷേപമുണ്ട്, അവർ തിരികെ അടച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ അവരുടെ പിന്തുണ നഷ്ടപ്പെട്ടു. അവരുടെ സഹായമൊന്നും ഉണ്ടായില്ല. ഇനി ആരെങ്കിലും സഹായിക്കാൻ ഒപ്പം ചേരുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകും ആ നടപടിയുമായിട്ടെന്നുള്ളതാണ് ഈ മേരിക്കുട്ടിയും 24-നോട് പറയുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. 2 കുട്ടികൾ, അമ്മ, അവരുടെ ഒരു ജീവിതം വളരെ ദയനീയമായിട്ടുള്ളൊരു ജീവിതമാണ്. അവർക്ക് നീതി ലഭിക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്. അവർ പറയുന്ന കാര്യങ്ങളിലെ വസ്തുത അന്വേഷിച്ച് കൂടുതൽ നടപടികൾ സ്വീകരിക്കേണ്ടതാണെങ്കിൽ അതിനുള്ള നടപടി എത്രയും വേഗം ഉണ്ടാകണം എന്നുള്ളതാണ് പൊതുവെ ഉയരുന്ന അഭിപ്രായവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.